ഒരു ചിത്രം കാണിക്കുക, അത് കറക്റ്റ് എന്തിനാന്ന് പറയണോ? ഏത് ബോട്ടാണ്? ബോട്ടിനെ മനസ്സിലായത് ഏത് പ്രൊജക്ടിന്റെ ആണ്? റെഡി. ഏഷ്യയിലെ ആദ്യത്തെ സംയോജിത ജലഗതാഗത സംവിധാനം ഏത്? സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി സ്റ്റോറേജ് സൗരോർജ്ജ നിലയം സ്ഥാപിച്ചത് ഏത് ജില്ലയിലാണ്? അല്ല, കണ്ണൂരല്ല. ഞാനിതപ്പോ ഇവിടെ മാത്രമാണ് ചോദിച്ചത്. ഇവിടെ മാത്രല്ല, ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് മത്സരം കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും വരാൻ പോവാണ്. കേരളത്തിലെ 8 മുതൽ 12 ക്ലാസ്സുള്ള കുട്ടികൾക്കും സർവകലാശാല കോളേജ് കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള മത്സരം ഉണ്ടാവും. സ്കൂൾ തല വിദ്യാർത്ഥികൾക്ക് 1 സമ്മാനം 5 ലക്ഷവും, 2 സമ്മാനം 3 ലക്ഷവും, 3 സമ്മാനം 2 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഇനി കോളേജ് ലെവലിലാണെങ്കിൽ 1 സമ്മാനം 3 ലക്ഷം റുപ്യയും, 2 സമ്മാനം 2 ലക്ഷം റുപ്യയും, 3 സമ്മാനം 1 ലക്ഷം രൂപയാണ് കൊടുക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, മൊമെന്റോയും സർട്ടിഫിക്കറ്റും ഇതിന് കൂടെ ഉണ്ടാവും. സ്കൂൾ തലത്തിൽ സ്കൂള്, ജില്ലാ, വിദ്യാഭ്യാസ സംസ്ഥാനം എന്നീ ലെവലിലാണ് മത്സരം ഉണ്ടാവുക. സ്കൂൾ തലമൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഉണ്ടാവുക. അതിൽ ജയിച്ചു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ ജില്ലയിൽ ടീമായിട്ടാണ് പങ്കെടുക്കാൻ പറ്റും. അതിനുശേഷം സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുന്ന ഗ്രാൻഡ് ഫിനാലിലാണ് അന്തിമ വിജയനെ പ്രഖ്യാപിക്കുന്നത്. കോളേജിൽ എങ്ങനെയാണെന്നറിയാം? കോളേജിലാണെങ്കിൽ ജില്ലാ, സംസ്ഥാന തലങ്ങളിലേക്ക് മത്സരം. കോളേജ് തലത്തിൽ വിജയിച്ച ആൾ പിന്നെ ടീമായിട്ടാണ് മത്സരിക്കുക. സംസ്ഥാന തലത്തിൽ ഗ്രാൻഡ് ഫിനാലിലൂടെ ഇതിലും അന്തിമ വിജയനെ തീരുമാനിക്കും. അപ്പൊ ജനുവരി 12 മുതലാണ് ഈ ഒരു ക്വിസ് മത്സരം നടക്കുക. എല്ലാവർക്കും എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും. ടീമിനും കുട്ടികൾക്കും മാത്രമല്ല, ഇതിൽ കാണികൾക്കും സമ്മാനം ഉണ്ടാവും. ആകെ മൊത്തം ജനകീയമായിട്ടൊരു ക്വിസ് പ്രോഗ്രാം തന്നെയാണ് നടക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ.